എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഡ്രാഗൺസ് എല്ലാം ഇപ്പൊ സാസുകെ അറ്റാക്ക് ചെയ്യാണ്. അവന്റെ പവർ സ്ക്വാഡൊക്കെ ഉപയോഗിച്ച് അവറ്റകളെ എല്ലാം വെട്ടിയെറിയും. സാസുകയ്ക്ക് സപ്പോർട്ടായി സാസുക കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മെനോ ഡൈനോസർ അതും അവിടേക്ക് വന്ന് ബാക്കിയുള്ള ഡൈനോസേഴ്സിനെ തകർക്കാനായിട്ട് തുടങ്ങും. സാസുകയ്ക്ക് പിടികിട്ടും. അവൻ ഇത്രയും നാൾ കരുതിയതുപോലെ ഇവറ്റകളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അതാ ചോപ്പൻ ചീഫ് അല്ല, മറ്റാരോ ആണ്. അവനാണെങ്കിൽ ആ ജയന്റ് ഡൈനോസറിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോഴായിരിക്കും അതിന്റെ തലയിൽ ആ മഞ്ഞത്തലേനെ കാണുക. ഇവനാണ് ഒറ്റുകാരൻ. എന്നോടൊപ്പം ഇരുന്ന് എന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞങ്ങളെ ചതിച്ച യഥാർത്ഥ വില്ലൻ ഇവനാണ്. എത്രയും വേഗം എനിക്ക് സാക്കുറയെ കണ്ടെത്തണം. അവള് ആ പ്രസന്റ് അകത്ത് തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് സാസുകയാണെങ്കിൽ ആ മെനോയോട് അവിടെയുള്ളവരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറയും. അതിനുശേഷം അവൻ സ്പീഡിൽ സെല്ലിന്റെ അകത്തേക്ക് ഓടിയെത്തി ഇപ്പൊ സാക്കുറയുടെ പേര് ഉച്ചത്തിൽ വിളിക്കും. പക്ഷെ ഇവിടെ നിന്നും അവന് യാതൊരു റെസ്പോൺസും കിട്ടില്ല. സെല്ലാണെങ്കിൽ വളരെ വേഗത്തിൽ താഴേക്ക് ഇടിച്ച് വീണുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാ ഇവിടെ സാക്കുറ. അവളാണെങ്കിൽ സാസുകയുടെ വിളി കേട്ട് പതിയെ കണ്ണു തുറക്കുകയാണ്. പക്ഷെ അവളുടെ ബോഡിയിലേക്ക് ഒരുപാട് കല്ലും സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ വീണ് അവൾക്ക് അനങ്ങാൻ പോലും കഴിയില്ല. മാത്രമല്ല അവളുടെ ബോഡിയിൽ നന്നായിട്ട് ആ ഒരു പോയിസൺ സ്പ്രെഡ് ആയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും സാസുകയെ അവിടേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞ് അവളുടെ റിങ്ങിലേക്ക് നോക്കും. അടുത്ത നിമിഷം അതിനുള്ളിലുണ്ടായിരുന്ന ചക്ര പവർ അത് സാസുകയ്ക്ക് സെൻസ് ചെയ്യാൻ പറ്റുകയാണ്. സാസുകയാണെങ്കിൽ ആ ചക്ര പവർ സെൻസ് ചെയ്ത് ഞൊട്ടിയിടയിൽ അവളുടെ അടുത്തേക്ക് വന്ന് അതിൽ നിന്ന് അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് സേഫ് ആയിട്ട് ഇറക്കും. അതിനുശേഷം മെഡിക്കൽ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് സാസുക അവളെ ഹീൽ ചെയ്യാനായിട്ട് തുടങ്ങും. കുറെ നടന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവനോട് പറയും. ഇതിന്റെ എല്ലാം പിന്നിൽ ആ മഞ്ഞമുടിയനാണ്. അതിന് സാസുക പറയും, ഓൾറെഡി ഞാനും അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എന്ത് വില കൊടുത്തും നമ്മൾ അവനെ തോൽപ്പിച്ച് ആ ഒരു പാർട്ടിക്കിൾസ് അത് തിരികെ പിടിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ മഞ്ഞമുടിയൻ വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ ചോപ്പന്റെ അടുത്തേക്ക് വന്ന് ആ പാർട്ടിക്കിൾസ് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ സക്സസ് ആയി നമ്മളിത് കംപ്ലീറ്റ് ചെയ്തു. ഇഷ്ടം ആയിട്ടുള്ള ഡീല് അത് എത്രയും വേഗം നീ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിടയിലെ ഡീലും നീ ഫുൾഫിൽ ചെയ്യണമെന്ന് പറയും. അതിനാ ചോപ്പനാണെങ്കിൽ ഓക്കെ പറയുകയാണ്. ദൂരത്തായിട്ട് ആ അപ്പാപ്പനെ കാണും. ആ മഞ്ഞമുടിയന്റെ സെല്ലിലുണ്ടായിരുന്ന അതേ അപ്പാപ്പൻ. ആൾക്ക് നേരെ ഇപ്പൊ ഒരു ഡ്രാഗൺ അങ്ങനെ ഓടി അടുക്കുകയാണ്. അടുത്ത നിമിഷം ആ ഡ്രാഗണെ മെനോ ഡ്രാഗൺ വന്ന് കടിച്ചു കയറും. അത് കണ്ട് ചോപ്പനും മഞ്ഞമുടിയനും ഭയങ്കര അത്ഭുതം. ആ ഒരു അത്ഭുതത്തോടു കൂടെ അതങ്ങനെ നോക്കി നിൽക്കും. ഉടനെ ചോപ്പനാണെങ്കിൽ അവന്റെ ഒരുപാട് ദിനോസേഴ്സിനെ മെനോയ്ക്ക് നേരെ അയക്കുകയാണ്. ആ ദിനോസേഴ്സ് എല്ലാം ഇപ്പൊ മെനോയെ ഇല്ലാതാക്കാനായിട്ട് അതിനങ്ങനെ റൗണ്ട് ചെയ്ത് വരികയാണ്. അടുത്ത നിമിഷം സാക്കുറയും സാസുകയും അവരൊരു ഫയർ പവർ ഉപയോഗിച്ച് അവറ്റകളെ ദൂരേക്ക് തെറിപ്പിക്കും. സാസുകയാണെങ്കിൽ സാക്കുറയോട് അവറ്റകൾ ഡൈവേർട്ട് ചെയ്ത് ഇല്ലാതാക്കാൻ പറയും. ഉടനെ സാക്കുറ ആ ഡൈനോസറുകളെ എല്ലാം ഡൈവേർട്ട് ചെയ്ത് അവറ്റകളെ തല്ലി തല്ലി കൊല്ലും. ആ ചോപ്പനാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു മനസ്സിലാവും. സോ മഞ്ഞത്തലേനോട് സാസുകയും സാക്കുറയും ഇല്ലാതാക്കാൻ പറയും. ഉടനെ മഞ്ഞത്തലയൻ ഒരു പറക്കുന്ന ഡ്രാഗന്റെ മുതുകത്ത് കയറി ഇപ്പോ സാക്കുറയ്ക്ക് നേരെ പറന്നെടുക്കും. സാസുകയാണെങ്കിൽ അവന്റെ ചിത്തോരി പവർ ഉപയോഗിച്ച് ഒരു പറ്റം ദിനോസറുകളെ ഇല്ലാതാക്കും. അതേസമയം മെനോ അവൻ ആ ജയന്റ് ദിനോസറിന്റെ മുകളിലേക്ക് പാഞ്ഞു കയറി ആ ചോപ്പനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ തൊട്ടടുത്ത് വരും. ഞൊടിയിടയിൽ പറക്കും ഡൈനോസർ ആണെങ്കിൽ അവനെ തൂക്കിയെടുത്ത് ഫ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ സാസുകയാണെങ്കിൽ ഇപ്പൊ മെനോയോട് വിളിച്ചു പറയും, മെനോ നീ ഇവിടെ നിൽക്കാൻ പാടില്ല, ഇത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറഞ്ഞ് ഫയർ പവർ ഉപയോഗിച്ച് ഇപ്പൊ സാസുക അവന് ചുറ്റുമുള്ള ഡൈനോസേഴ്സിനെ തകർത്തുകൊണ്ടേയിരിക്കും. സാസുകയാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആ ജയന്റ് ഡൈനോസറിനെ തല്ലിക്കൊല്ലും. ഉടനെ അവന്റെ കഴുകനാണെങ്കിൽ പറന്നു വന്ന് ഒരു ഇൻഫർമേഷൻ സാസുവയ്ക്ക് കൊടുക്കുകയാണ്. അവൻ ആ ന്യൂസ് വായിച്ച് ഇപ്പൊ വിളിച്ചു പറയും, ചോപ്പ നിന്റെ മിനിസ്റ്ററിന്റെ കള്ളത്തരങ്ങൾ അതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ മര്യാദയ്ക്ക് നീ ഗീവ് അപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇനിയും നിങ്ങൾ മിനിസ്റ്ററിന് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയും. അതിനവൻ പറയും, എനിക്ക് വേണ്ടത് ഈ പാർട്ടിക്കിളാണ്. ഇതുപയോഗിച്ച് എനിക്ക് വലിയൊരു ഡൈനോസർ പഴയ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപയോഗിച്ച് ഞാൻ എനിക്കൊരു വേൾഡ് തന്നെ ഉണ്ടാക്കുമെന്ന് പറയും. മഞ്ഞത്തലേനാണെങ്കിൽ സാക്കുറയുടെ പിന്നാലെ വരും. അവൾ ഉഷാറായിട്ട് ചാടി ഓടും. പക്ഷെ അടുത്ത നിമിഷം അവൾക്ക് മുൻപിൽ ഒരു മഡ്വാളവൻ ക്രിയേറ്റ് ചെയ്ത് അവൾ അവിടെ ലോക്ക് ചെയ്യും. അവൻ ആ ഡ്രാഗന്റെ മുതുകിൽ നിന്ന് പതിയെ താഴെ ഇറങ്ങി അവൾക്ക് നേരെ അടുക്കുകയാണ്. സാക്കുറയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവളങ്ങനെ മുട്ടുകുത്തി നിൽക്കും. അവനാണെങ്കിൽ സാക്കുറയുടെ ക്ലോസ് തന്നെ താമസം ഒരു പ്രത്യേകതരം പവർ ഉപയോഗിച്ച് സാക്കുറ അവനെ തന്നെ ലോക്ക് ചെയ്യും. അവനാണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. മറ്റൊരു ഭാഗത്ത് ഡൈനോസേഴ്സ് എല്ലാം കടലിൽ വന്ന് പതിക്കുകയാണ്. ആ ചോപ്പനാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിച്ച് ഡൈനോസേഴ്സിനോട് ഇപ്പോ സാസുകയെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേട്ട സാസുക അവന്റെ റെനീങ്കം കണ്ണ് അത് അവേക്കൻ ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ആണെങ്കിൽ അവന്റെ ടെലിപ്പോർട്ടേഷൻ പവർ അതുപയോഗിച്ച് ഇപ്പൊ ഓരോരോ ഡൈനോസേഴ്സിന്റെ അടുത്തേക്കും മാറി മാറി വരും. അതിനുശേഷം ആ ഒരു പാർട്ടിക്കിള് അത് സാസുക സ്വന്തമാക്കുകയാണ്. ഇനി നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. ഈ ഒരു പാർട്ടിക്കിള് അത് വളരെ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഇവറ്റകളെ കൺട്രോൾ ചെയ്ത് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സാസുകയാണെങ്കിൽ മാനോയുമായി കുറയുടെ അരികിലേക്ക് എത്തുകയാണ്.
സാക്കുറയാണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് ആ മഞ്ഞത്തലേനെ ലോക്ക് ചെയ്ത് താഴെയിടും. സാക്കുറയാണെങ്കിൽ ഇപ്പൊ സാസുകയോട് കാര്യം തിരക്കും. അതിനവൻ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ആ പാർട്ടിക്കിള് ഞാൻ തിരികെ പിടിച്ചു, ഇനി ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനാ മഞ്ഞത്തലയൻ പറയും, ഓൾറെഡി ഉച്ചിഹായുമായിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു, എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് കേട്ട് സാക്കുറയോട് അവന്റെ ബോഡിയിലെ ലോക്ക് അത് റിലീസ് ചെയ്യാൻ പറയും. അവളത് റിലീസ് ചെയ്യും. സാസുക അവനോട് ചോദിക്കും, എനിക്കറിയാം മിനിസ്റ്ററിനും ആ ചോപ്പിനും തമ്മിലൊരു വലിയ കണക്ഷൻ ഉണ്ട്, പക്ഷേ നിനക്കതിനുപരിയായിട്ട് ഈ പാർട്ടികൾ കൊണ്ട് മറ്റെന്തോന്ന് നേടാനുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഉടനെ അവനാണെങ്കിൽ അവന്റെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയാണ്, ഞാൻ ആക്ച്വലി ഹിഡൻ മിസ്റ്റ് വില്ലേജിലെ ഒരു ഷിനോബി ആയിരുന്നു, ഒരു റോക്ക് ഷിനോബി. അവിടുന്ന് ഞാൻ ഇവിടേക്ക് എത്തി ആ മിനിസ്റ്ററിന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് നിന്നു. ആളാണെങ്കിൽ എനിക്ക് ഒരു പേഴ്സണൽ ക്വാർട്ടേഴ്സും അതുപോലെ തന്നെ ഒരു അസിസ്റ്റന്റിനെയും തന്നു. ആ അസിസ്റ്റന്റിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവളുമായിട്ട് ഞാനൊരു ഹാപ്പി ലൈഫ് അത് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തന്നെ ഞാൻ അവളുടെ കൂടെ തിരികെ പിടിക്കുകയായിരുന്നു. അങ്ങനെ ഹാപ്പിയായി ഞങ്ങൾ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു മിഷനുമായി ബന്ധപ്പെട്ട് അവളെ തനിച്ചാക്കി അവിടുന്ന് പോവേണ്ടതായി വന്നത്. പക്ഷേ തിരികെ വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ചേതനയേറ്റ് കിടക്കുന്ന എൻ്റെ വൈഫിനെ ആയിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയില്ലേ, ഒരു കാരണവശാലും നീ നിന്റെ വൈഫിനെ വിട്ട് പോകാൻ പാടില്ല എന്ന്. അത് ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാണ്. പിന്നീട് ഞാൻ എൻ്റെ വൈഫിനെ തിരികെ കൊണ്ടുവരാനായിട്ട് ആ റിയാനിമേഷൻ ജിപ്സു അത് പഠിച്ചു. അതിനെനിക്ക് ആ പാർട്ടികൾ ആവശ്യമായിരുന്നു. ആ പാർട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ മരിച്ചുപോയ എൻ്റെ വൈഫിനെ റിയാനിമേഷനിലൂടെ എനിക്ക് തിരികെ പിടിക്കാനാവും. ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ അവളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്വാർത്ഥനായി മാറിയത്. അക്കുറയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അവനോട് പറയും, നീ അവളെ റിയാനിമേഷൻ ജിപ്സിലൂടെ ഇവിടേക്ക് കൊണ്ടുവന്നാലും അവൾ ഒരിക്കലും നിന്റെ പഴയ വൈഫ് ആയിരിക്കില്ല. ചെയ്തത് വലിയ തെറ്റാണ്. അത് കേട്ട് അവനാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ അങ്ങനെ ഇരിക്കും. ഉടനെ സാസുക അവന്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുക്കും. സത്യത്തിൽ നിന്റെ വൈഫ് മരിച്ചിട്ടില്ല, ആ മിനിസ്റ്റർ നിന്റെ വൈഫിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഇത് അവളുടെ കൈപ്പടയാണ്, അവളാണ് ഈ ലെറ്റർ എഴുതിയെന്ന് പറയും. അത് കണ്ട് അവൻ ഞെട്ടി. അവന്റെ തെറ്റൊക്കെ തിരുത്തി ഇപ്പൊ റിയാനിമേഷൻ ജിപ്സു അതങ്ങനെ ബ്രേക്ക് ചെയ്ത് കളയുകയാണ്. ആസുകയാണെങ്കിൽ ആ മെനോ ദിനോസറിനോട് ഇപ്പൊ യാത്ര പറയാണ്. അടുത്ത നിമിഷം മറ്റൊരു ദിനോസർ അത് സാക്കുറയ്ക്ക് നേരെ ചാടി വരും. ആ കാഴ്ച കണ്ട് ഞെട്ടിയ മഞ്ഞത്തലയനാണെങ്കിൽ ഇപ്പൊ സാക്കുറയുടെ മുൻപിലേക്ക് ചാടി വീഴുകയാണ്. അടുത്ത നിമിഷം ആ ഒരു ദിനോസർ അത് മഞ്ഞത്തലയനെ കട്ടിച്ചു പറിക്കും. അവൻ ചോര തുളുമ്പി അങ്ങനെ താഴേക്ക് വീഴുകയാണ്. സാക്കുറയാണെങ്കിൽ ഷോക്കായി അവനെ ഒരു ഭാഗത്ത് കിടത്തി ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനവൻ പറയും, നിങ്ങൾ കഷ്ടപ്പെട്ട് എന്നെ ഹീൽ ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് ഇനി രക്ഷപ്പെടാനായിട്ട് കഴിയില്ല, ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ് അത് ഞാൻ അനുഭവിക്കുന്നതെന്ന് പറയും. പക്ഷെ സാക്കുറയും സാസുകയും രണ്ടുപേരും അവൻ പറയുന്നതിന് ചെവി കൊടുക്കാതെ അവനെ വീണ്ടും വീണ്ടും ഹീൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കുകയാണ്. ആകാശി ആണെങ്കിൽ നറൂട്ടോയുടെ അടുത്തേക്ക് വരും. നീ ഇപ്പൊ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതിന് നറൂട്ടോ പറയും, ഞാൻ ഓക്കെയാണ്. സാസുകയും സാക്കുറയും അവർ രണ്ടുപേരും എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അതിന് കാക്കാഷി ആണെങ്കിൽ ടെൻഷനാവും. അവർ രണ്ടുപേരും മാത്രമല്ല, ഞാനും നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഷോക്കായി നറൂട്ടോ ആണെങ്കിൽ കാക്കാക്ഷിയോട് സോറി പറയാണ്, നിങ്ങളും എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു, എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഏനോയും സാക്കുറയും അവർ രണ്ടുപേരും ക്യാഷ്വലായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് കോഫി കുടിക്കുകയാണ്. ഏനോ ആണെങ്കിൽ ലാസ്റ്റ് മിഷനെ കുറിച്ചും സാക്കുറയുടെ കയ്യിലെ പുതിയ മോതിരത്തെക്കുറിച്ചും അവളോട് ചോദിക്കും. നമ്മുടെ പെണ്ണ് നാണക്കാരിയ, അവൾ മുഖമൊക്കെ താഴ്ത്തി ഇപ്പോ ബ്ലഷ് ചെയ്ത് അവളോട് പറയും, മിഷനൊക്കെ അടിപൊളിയായിരുന്നു, ഇതെനിക്ക് സാസുക തന്ന ഗിഫ്റ്റാണ്, സത്യത്തിൽ ഇതാണ് എന്നെ സേവ് ചെയ്തതെന്ന് പറഞ്ഞ് അവൾ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. കട്ട് ചെയ്ത ആ വില്ലേജ് കാണിക്കും. അവിടെയാണെങ്കിൽ ആ പ്രിൻസ് ആണെങ്കിൽ ഗ്രാമത്തിന്റെ ഭരണം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. മാത്രമല്ല ആ മഞ്ഞത്തലേന് അവന്റെ വൈഫിനെയും ആ രാജ്യത്തിന്റെ ഒരു അധികാര പരിധിയും ഇപ്പൊ സ്വന്തമായിട്ട് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ആ ഗ്രാമത്തിൽ ജീവിക്കും. അവസാനമായി സാക്കുറയും സാസുകയും അവർ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് ഹായ് ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.